ഹരേ കൃഷ്ണ. ഭക്ത മനസ്സുകളിൽ ആനന്ദം നിറയ്ക്കുന്ന ഗുരുവായൂരപ്പൻ്റെ രൂപം, സച്ചിദാനന്ദ സ്വരൂപനായ ഭഗവാൻ ഇന്ന് കൊച്ചു പൈതലായിട്ട് നമുക്ക് മുന്നിലെത്തി. പ്രപഞ്ചനാഥൻ ഒരു പിഞ്ചു പൈതലായിട്ട് വേഷമിടുമ്പോൾ ആ സൗന്ദര്യത്തിൽ ലയിച്ചു ചേരുന്ന ഭക്തൻ്റെ ഹൃദയം തന്നെയാണ്. ഇന്ന് ഭഗവാന് ചാർത്തിയിരിക്കുന്നത് അതീവ സുന്ദരനായ ഒരു ഉണ്ണി രൂപമാണ്, ഒരു കുസൃതി കണ്ണൻ്റെ രൂപം. ഉണ്ണി ഒരു ചെറിയ പൊന്നുണ്ണി കുട്ടനായിട്ടാണ് നിൽക്കുന്നത്. കുഞ്ഞുകാലുകളിൽ പൊന്തളകൾ ചാർത്തിയിട്ടുണ്ട്, പട്ടുകോണ കൊടുത്തിട്ടുണ്ട്, കിങ്ങിണി ചാർത്തിയിരിക്കുന്നു. അത് കൊമ്പോട് ഇങ്ങനെ ചേർന്ന് കിടക്കുകയാണ്. ആ കുഞ്ഞു വയറിൽ സ്വർണ്ണ കിങ്ങിണി ഇങ്ങനെ പറ്റിപ്പടിച്ച് കിടക്കണ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇത് ബാലലീലകളുടെ ഒരു പ്രതീകമായിട്ടാണ്. പ്രപഞ്ചത്തെ മുഴുവൻ വായിൽ ഒളിപ്പിച്ചവനാണ് നമ്മുടെ പൊന്നുണ്ണി. ആ പൊന്നുണ്ണി ഇന്ന് ഭക്തന്റെ സ്നേഹത്തിൽ ബന്ധിതനായി കിങ്ങിണി കെട്ടി നിൽക്കുകയാണ്. ഒരു കുഞ്ഞോമന ഉണ്ണിയായിട്ട്. കണ്ണന്റെ പുഞ്ചിരി തൂകുന്ന തിരുമുഖാണ്. നെയ്വിളക്കിന്റെ പ്രഭയിൽ തിളങ്ങുന്ന ഗോപി തിലകങ്ങളുണ്ട്. നെറ്റിയിലും 2 ചെവികളിലും ഗോപി തിലകങ്ങൾ ചാർത്തിയിട്ടുണ്ട്. പിന്നെ മാറത്തും ചന്ദനം കൊണ്ട് ഗോപി തിലകം ചാർത്തിയിട്ടുണ്ട്. ഇത് ഭഗവാന്റെ സർവവ്യാപിത്വത്തെയും പ്രകാശത്തെയുമാണ് കാണിക്കുന്നത്. വലത് കൈയിൽ ഒരു ഉരുള വെണ്ണയും ഇടത് കൈയിൽ ഓടക്കുഴലുമാണ് ഭഗവാൻ പിടിച്ചിരിക്കുന്നത്. ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ട 2 കാര്യങ്ങളാണ് വെണ്ണയും ഓടക്കുഴലും. വെണ്ണ ഭക്തന്റെ തെളിഞ്ഞ മനസ്സിനെയും, അതായത് ശുദ്ധമായ ഭക്തിയെയും, ഓടക്കുഴല് ഭഗവാന്റെ നാദബ്രഹ്മത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. ഇത് രണ്ടും കയ്യിലുള്ളപ്പോൾ ഭഗവാൻ അതീവ ആനന്ദത്തിലാണ് എന്നാണ്. നമ്മുടെ ഭക്തി പിന്നെ നാദബ്രഹ്മവും രണ്ടും. ഉണ്ണിയുടെ കഴുത്തിൽ സുന്ദരമായ മുല്ലമൊട്ടുമാലയും വളയം പോലത്തെ വേറൊരു മാലയും ചാർത്തിയിട്ടുണ്ട്. കൈവളകളും തോൾവളകളും അണിഞ്ഞിട്ടുണ്ട്. ഭഗവാന്റെ ശിരസിൽ പൊന്നിൻ കിരീടാണ് ചാർത്തിരിക്കുന്നത്. അതിന് താഴെയായിട്ട് തെച്ചിയും തുളസിയും കൊണ്ട് കോർത്തുണ്ടാക്കിയിട്ടുള്ള തിരുമുടിമാല ചാർത്തിയിട്ടുണ്ട്. പിന്നെ വെളുത്ത പൂക്കൾ കൊണ്ടുള്ള വേറൊരു മാലയും കൂടി ചാർത്തിയിട്ടുണ്ട് തിരുമുടിയിൽ. കഴുത്തിൽ തടിച്ചുരുണ്ട 2 ഉണ്ടമാലകളാണുള്ളത്. ഒന്ന് തെച്ചിയും തുളസിയും കൂടി ചേർത്തിട്ടുള്ളതും വേറൊന്ന് വെളുത്ത പൂക്കൾ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതുമാണ്. അതായത് നന്ദ്യാർ വട്ടത്തിൻ്റെ ഒരു മാലയാണ് ഉള്ളത്. പിന്നെ വിധാനമായിട്ട് 5-6 തുളസി ഉണ്ടമാലകളാണ് ചാർത്തിയിട്ടുള്ളത്. പ്രകൃതി പുരുഷനായ ഭഗവാന് പ്രകൃതിയിലെ പുഷ്പങ്ങൾ കൊണ്ടുള്ള അർച്ചനയാണ് എന്നാണ് ഇത് പറയുന്നത്. ഭക്തരിലേക്ക് ഓടിയെത്തുന്ന പൊന്നുണ്ണി കണ്ണനാണ്. ഭഗവാന്റെ ഒരു പാദം അല്പം ഇങ്ങനെ മുന്നിലേക്കാണ് വെച്ചിട്ടുള്ളത്. ഇത് കണ്ടാൽ ഭഗവാൻ നമ്മളിലേക്ക് ഇങ്ങനെ ഓടിയെത്താൻ ധൃതിപ്പെടുന്ന ഭാവമാണ് എന്നാണ് തോന്നുക. ആർക്കും ആശ്രയിക്കാവുന്ന ഭക്തന്റെ വിളപ്പുറത്തുള്ള ഉണ്ണിക്കണ്ണൻ. നമുക്ക് നാരായണ നാമം ജപിച്ചുകൊണ്ട് ആ പാദങ്ങളിൽ അഭയം തേടാം. ഈ രൂപം മനസ്സിൽ ധ്യാനിക്കുന്നത് തന്നെ എല്ലാ ദുഃഖങ്ങളിൽ നിന്നും മോചനം നൽകുന്നതാണ്. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് സർവവും ആ പാദങ്ങളിൽ സമർപ്പിച്ചിട്ട് ഭഗവാന്റെ നാമങ്ങൾ ജപിക്കാം. നാരായണ നാരായണ നാരായണ, കൃഷ്ണ ഗുരുവായൂരപ്പ.